ഇപ്പൊ കാണാൻ നല്ല ചന്തം. മിണ്ടാതിരിയടാ, ശ്രദ്ധ മാറ്റാൻ. മന്ദബുദ്ധി, നിനക്ക് വല്ല മനസ്സിലായിട്ടാണ് വിളിക്കുന്നത്? 5 പൈസ കുറവുണ്ട്. 5 പൈസ കുറവല്ല, 50 പൈസ കൂടുതലാ. ചെക്ക്. ആരാ ജയിച്ചത്? ആരും ജയിക്കാം. ഇവൻ പറഞ്ഞതാ ശരി. ഈ സാറൊരു ചെക്ക് വെച്ചു. ഞാനെന്തിനു പേടിക്കണം? പേടിക്കണം സാറേ, പേടിക്കണം. അതാണ്, പേടിക്കണം. അല്ലേലേ നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിന് പറ്റിയ പോലെയാകും. അതാരാ സാറേ ആ പറഞ്ഞ ആള്? എട മണ്ട, നമ്മുടെ സർക്കാരിന് വേണ്ടി വാദിക്കാൻ നിയോഗിക്കപ്പെട്ട ആള്. അല്ല സാറേ, അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? എന്തുണ്ടായെന്നോ? മുല്ലപ്പെരിയാർ ഡാം തകർന്നാലും ഇടുക്കി ഡാം കാത്തോളുമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചില്ലേ? എന്നിട്ടോ മാസങ്ങളായി നടത്തി വരുന്ന സത്യാഗ്രഹ സമരം, നിരാഹാര സമരം, മനുഷ്യമതില് എന്ന് വേണ്ട കേരളത്തിന് അറിയാവുന്ന സമരാഘോഷങ്ങളെല്ലാം നടത്തി കേന്ദ്രത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ശ്രമിച്ച മലയാളികളുടെ നെഞ്ചത്തല്ലേ ആ സാറ് ചെക്ക് വെച്ചത്? അത് കഴിഞ്ഞ് നാള് കുറെ ആയില്ലേ? അതിനാ കേസ് സുപ്രീം കോടതിയിലല്ലേ? എടാ കൊച്ചനെ, കേരളത്തിന്റെ കേസ് സുപ്രീം കോടതിയിൽ വാദിക്കുന്ന പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ് ശ്രീമാൻ ദണ്ഡപാണി അവറുകൾ. പക്ഷേ സമയമായപ്പോൾ ആ സാറിനെ കിട്ടിയില്ല. അവസാനം നമ്മളെ സർക്കാർ പുതിയ ഒരാളെ കണ്ടുപിടിച്ചു. അതാരാ? അഡ്വക്കേറ്റ് PP റാവു. എന്നിട്ട് ഒറ്റ രാത്രി കൊണ്ട് കേസിടേറി അയാളെ പഠിപ്പിച്ചു. മുല്ലപ്പെരിയാർ തകർന്നാലെന്താ, പുതിയ ഡാം പണിതാലെന്താ, അങ്ങേർക്ക് വീസ് മതി. കോടതിയുടെ ഓരോ ചോദ്യത്തിനും സാറ് കുഴങ്ങുകയായിരുന്നില്ലേ? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ. ഒറ്റ രാത്രി കൊണ്ട് കേസ് പഠിച്ചാൽ ഈ ഞാൻ പോലും കുഴങ്ങിപ്പോകും. ഉപ്പാളം വരുമോ ഉപ്പിലിട്ടത്? ഇപ്പൊ കാണാൻ നല്ല ചന്തം. ഇന്ന് ഏത് സ്ത്രീയാണാവോ പീഡിപ്പിക്കപ്പെടുന്നത്? ഈ പറയുന്ന കേട്ടാ തോന്നും യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകളും പീഡിപ്പിക്കപ്പെടുകയാണെന്ന്. എന്നല്ല സുഹൃത്തെ, ട്രെയിനിൽ ഓരോ ആക്രമണം നടക്കുമ്പോഴും റെയിൽവേ മന്ത്രിമാർ പറയും സുരക്ഷ കൂടുതലാക്കുമെന്ന്. നാള് കുറെയായി എറണാകുളം ടു ട്രിവാൻഡ്രവും തിരിച്ച് ഞാൻ യാത്ര ചെയ്യുന്നു. എനിക്കിതുവരെ ഒരു അപകടവും ട്രെയിനിൽ സംഭവിച്ചിട്ടില്ല. അവനവനാണ് സൂക്ഷിക്കേണ്ടത്. അതാണ് ശരി. അല്ല സാറേ, അതെങ്ങനെ ശരിയാകും? ട്രെയിനിൽ ആണുങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല, പിന്നെയാണോ സ്ത്രീകൾക്ക്? അല്ല സാറേ, സൗമ്യ വധക്കേസിലെ പ്രതിയുടെ കാര്യം എന്തായി? അയാളെ രക്ഷിക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സർജൻ തന്നെ മുൻകൈയെടുത്തു. അതാരാ സാറേ? ഫോറൻസിക് അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഉന്മേഷ്. ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരാകാൻ വന്നത് ആരാ? പ്രശസ്തനായ ക്രിമിനൽ വക്കീൽ ആളൂരല്ലേ? അല്ല, ഈ പറഞ്ഞ ഡോക്ടർക്കും അഡ്വക്കേറ്റിനും കൊടുക്കാനുള്ള കാശ് ഇയാളുടെ കയ്യിൽ എവിടുന്നാ? ഈ പറയുന്ന ഗോവിന്ദസ്വാമി ഒരു ഭിക്ഷക്കാരനല്ലേ? എന്റെ സാറേ, ഇയാൾ തമിഴ്നാട് പോലീസിന് തലവേദന ഉണ്ടാക്കിയ ക്രിമിനലാ. എന്റെ സംശയം അതല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ അവനെ എതിർക്കാതെ സപ്പോർട്ട് ചെയ്ത് എന്തിനാ? സാറേ, ആ സാറിന്റെ സീനിയർ സാറില്ലേ ഒരു മേഡം, അവരറിയാതെ ചെയ്തതാ. ആര് വെച്ച തീയായാലും കൂര വെന്തു. ആരൊക്കെ കള്ളസാക്ഷി പറഞ്ഞിട്ടും ആരൊക്കെ വാദിച്ചിട്ടും നമ്മുടെ നീതിപീഠം സൗമ്യയുടെ കുടുംബത്തിന് നീതി നൽകിയില്ലേ? തൂക്കുകയർ തന്നെ വിധിച്ചില്ലേ? അല്ല, അഡ്വക്കേറ്റ് ആളൂര് പറഞ്ഞത് കേട്ടില്ലേ? സുപ്രീം കോടതിയിൽ പോയിട്ടായാലും വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കുമെന്ന്. ഒരു പെൺകുട്ടിയെ ഇത്ര നീചമായി ബലാത്സംഗം ചെയ്ത് കൊന്നവനു വേണ്ടി സാക്ഷി പറയുവാനും വാദിക്കുവാനും ഒരു ഉളുപ്പുമില്ലേ? ഇവർക്ക് പെങ്ങന്മാരും മകളുമില്ലേ? സ്വന്തം പുണ്ണിൽ കുത്തിയാലേ തോ പറയൂ.